ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ കറി വയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കോൺ ബിരിയാണി ഉണ്ടാക്കിയാണ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് കാണിക്കുന്നില്ല. അതിനുവേണ്ടി ഞാൻ വെള്ളം ചൂടാക്കിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ചൊന്ന് ചതച്ചിട്ട് കൊടുക്കുകയാണ്. ലേശം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. കോൺ കറി വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളത്തിന് ഈ കളർ. പിന്നെ അതിൽ ഞാൻ ആഡ് ചെയ്താക്കുന്നത് ഗീ, ഉപ്പ്, പട്ട, ഗ്രാമ്പു, മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. കോൺ കറി കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് കോൺ ഫില്ലറ്റാണ്. ഇത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. ഇത് നമുക്ക് നോക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ വേവ് മാത്രം മതി. ഒരു 80% വേവായിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇനി ഞാനിത് ഡ്രെയിൻ ചെയ്തുകൊണ്ട് വരാം. അതേ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്. ഇനി അതിനകത്ത് ഗീ ഒഴിച്ചു കൊടുക്കുകയാണ്. ഗീ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കോൺ കറി വെച്ചില്ലേ, അത് ആദ്യം ഒന്ന് എല്ലായിടും ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് ഓണാക്കാം. വളരെ ലോ ഫ്ലെയിമിൽ ഓണാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് റൈസും കൂടെ കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും കോൺ കറി തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കി റൈസും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ലേശം ഗീയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ലേശം ഇങ്ങനെ മേളിൽ ഇങ്ങനെ കുറച്ച് ലേശം ബിരിയാണി പൗഡർ ഇട്ട് കൊടുക്കാം. ബിരിയാണി പൗഡർ നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ മീറ്റ് മസാലയാ ഗരം മസാലയാ ഏതായാലും മതി. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം. മല്ലിയിലയോ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. സൂപ്പർ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ഇളക്കാം. നല്ല അടിപൊളി കോൺ ബിരിയാണിയാണ്. ഇത് ഞാൻ ഇനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയാണ്. ഇത് കണ്ട സൂപ്പർ കോൺ ബിരിയാണി. സൂപ്പർ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.